ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പ്രീ ആൻ്റണി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോകാനാണ് പ്ലാൻ. ഇന്നലെ ഡ്യൂന്ന് തിരിച്ചെത്തി. ഇപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇരുന്നേക്കാം. ഇവിടെ കണ്ട നല്ലൊരു ചായക്കാരനെ കണ്ടിട്ട് അയാളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ ഗീതാമിന്ദർ എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്, അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണം പോകാനായിട്ട്. ആൾക്കാർ കണ്ട ഇവിടെ കിടന്ന് ഉറങ്ങി. ഇതുപോലെ കറങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ നമ്മുടെ പോലെയൊക്കെ. അവിടെ പോഹയുണ്ട്, പോഹ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഗുജറാത്തിലത്തെ ഒരു മെയിൻ സംഭവമാണ് പോഹ. ഓ കാലത്ത് തന്നെ ജിലേബി, കാലത്ത് ഇന്നോട് ജിലേബിയും ഫഫാട്ടയും സമോസ, ഇതാണ് ഇവരുടെ മെയിൻ സാധനം. കണ്ടാ ജിലേബി, സമോസ. നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ 2 മാർഗമാണ് ഉള്ളത്. ഒന്ന് ട്രെയിൻ ഉണ്ട്, ഒന്ന് ബസ് ഉണ്ട്. ഞാൻ ബസ് മാർഗമാണ് ചൂസ് ചെയ്തത്. കാലത്ത് 7:30 കേവഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഗീതാ മന്ദിരം എന്നുള്ള ബസ് ഉണ്ട് 7:30. അത് പിടിച്ചിട്ട് വേണം പോവാൻ. ഒക്ടോബർ ടു മാർച്ച് ആണ് ഐഡിയൽ ടൈം നമുക്ക് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഭയങ്കര ചൂടായിരിക്കും. ആ ചൂട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇത്ര ദൂരത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. കണ്ട വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ആണ് ഈ കാണുന്ന സർദാർ വല്ലഭായ് സ്റ്റാച്യു. 182 meters ആണ് ഇതിന്റെ ഉയരം. ഈ കാണുന്ന സ്റ്റാച്യു സിമ്പിൾ ഓഫ് യൂണിറ്റി ആൻഡ് പാട്രിയോട്ടിസം ആണ്. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ ടോളസ്റ്റ് ബിൽഡിംഗ് ഉപരി നമുക്ക് ഇവിടെ ഫോറസ്റ്റ് സഫാരി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ കുറെ ഗാർഡൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ചെന്ന് നോക്കാം നമുക്ക്. 2018 LNT എന്ന കമ്പനിയാണ് ഈ സ്റ്റാച്യു കംപ്ലീറ്റ് ചെയ്തത്. മാത്രം വന്നാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും വേറെ സെപ്പറേറ്റ് ടിക്കറ്റുകളാണ് ഉണ്ടാവും. സൂ എൻട്രി ടിക്കറ്റ്, സൂ വ്യൂവിങ് ഗാലറി, എക്സ്പ്രസ് ടിക്കറ്റ്, ജംഗിൾ സഫാരി 200, ആരോഗ്യ വാൻ 50, നഴ്സറി എല്ലാം എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. ഇവരാണെങ്കിൽ അതിനുള്ള വണ്ടികളുണ്ട്. കണ്ട ഇവർ വീൽ ചെയറിൽ നമ്മൾ കൊണ്ടുപോകും. പ്രായ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോയി നോക്കട്ടെ. ഇവിടെ ടെൻ്റുള്ള കാരണം ഭാഗ്യം. അതുകൊണ്ട് ഇവിടെ മാത്രം ചൂടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാ. SOU സ്റ്റാച്യു ഓഫ് യൂണിറ്റി എൻട്രി വ്യൂയിങ് ഗാലറി. സമയം 8 മണി തൊട്ട് 6 മണി വരെയാണ് സമയമുള്ളൂ. ഉണ്ട്, ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി സോണാണിത്. അപ്പോൾ അവർ നമ്മളെ ചെക്ക് ചെയ്യും എന്തൊക്കെയാണ്. താങ്ക് യു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള സ്റ്റാച്യു നിർമ്മിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടും കുറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്ര വലിയ സ്റ്റാച്യു പണിയണേ, ഈ പൈസ ഒക്കെ ചെലവാക്കുന്നത് വെറുതെ അല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതിൽ നിന്ന് 4000 കോടിയോളം രൂപ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആകെ മൊത്തം കൺസ്ട്രക്ഷൻ ചെലവ് വന്നിട്ടുള്ളത് 3000 കോടിയാണ്. അങ്ങനെ എത്തി ഗൈസ്. 182 മീറ്റർ ഉയരം വരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അഥവാ
ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്ചുവിൽ അവിടെ എത്തി. ഭയങ്കര ഹൈറ്റാണ്, നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പുണ്ട്. എയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എയർപോർട്ടിലുള്ള പോലത്തെ എസ്കലേറ്റർ ഉണ്ട് ഇവിടെയും. അപ്പം നമുക്ക് കുറച്ചും കൂടി എത്താൻ എളുപ്പമുണ്ട്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വേഗം എത്താവുന്നതാണ്. താഴെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്ക് ചെന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ ഇൻ ചൈന ഏകദേശം 153 മീറ്റർ ആണ് ഉയരം വരുന്നത്. അതായിരുന്നു വേൾഡ് ടോളസ്റ്റ് സ്റ്റാച്യു. ഇപ്പോൾ അതിനെ മറികടന്ന് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് മുന്നിൽ. അതിൻ്റെ താഴെ ഒരു ജപ്പാനിലെ സ്റ്റാച്യു ഉണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്. കണ്ട, ഇതിനുള്ളിൽ ഈസി കേട്ടോ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. മ്യൂസിയമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു വലിയ തല വെച്ചിട്ടുണ്ട് അവിടെ. ഹെഡ് ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ. ഏകദേശം 2014 ഈ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ഇനോഗ്രേഷൻ ചെയ്തത് ഒക്ടോബർ 31, 2018 ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി. ഇവിടെ ഒരു വീഡിയോ വിഷ്വൽ റൂമുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. With his vision and drive to build a strong framework for the nation, he also contributed immensely to shape India's constitution. Understanding well the power of effective systems and services, he created and structured the All India Administrative Services and the Indian Police Service. Sardar Patel breathed his last in 1950, and the nation mourned the loss of their Sardar. It is to him we owe the pride of our country's unity, despite its diverse cultures, communities, lands and languages. He left his indelible mark not only on the map of India, but in the hearts and minds of all Indians. The legacy of Sardar continues to guide and inspire us. The nation pays tribute to his memory by celebrating his birthday, 31st October, as the Rashtriya Ekta Divas, National Unity Day, and erecting the Statue of Unity. മോദി ആശ്രമത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതിനുള്ള ഫുള്ള് സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിനി ഈ മ്യൂസിയം എക്സിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ വശത്തേക്ക് പോകാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാലോ അടുത്ത് ചെന്ന്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമുക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യായിരിക്കും നല്ലൊരു ഓപ്ഷൻ. അവിടെ ഇരിക്കുന്ന ഒരു അപ്പാപ്പനും അമ്മാമ്മനും കണ്ട, എന്ത് ചെറുതല്ലേ, അവരുടെ ഷൂവിന്റെ സോളിന്റെ അത്രയേ ഉള്ളൂ ഈ കാണുന്നത്. കണ്ട, അത്രയ്ക്ക് ഉയരാണ്. ഈ കാണുന്ന ഡാമാണ് സർദാർ വല്ലഭായ് ഡാം. അത് ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, സെപ്പറേറ്റ് ബോട്ടിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഒരാൾക്ക് ടിക്കറ്റിന് 250 രൂപയാണ് വരുന്നത്. എനിക്ക് പിന്നെ അതിന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം ഒരു കാഴ്ചയും കൂടിയും കണ്ടിട്ട് ഞാൻ ഈ സ്ഥലത്തിൽ നിന്ന് വിട പറയാണ് ഗൈസ്. ഇവിടെ വന്ന ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പോൾ ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പുറത്തുനിന്ന് കഴിച്ച് എൻട്രി ആയിരിക്കും ബെറ്റർ.
അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി അതുപോലെ തന്നെ ജംഗിൾ സഫാരി ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്സ്.